ഹായ് ഹലോ വെൽക്കം ടു മൈ മെന്റർ PSC ആപ്പ്. കോഴിക്കോട് കോട്ടയം ജില്ലകൾക്ക് സെപ്റ്റംബർ 28 നമ്മുടെ LDC എക്സാം ആണല്ലേ. അപ്പോൾ LDC എക്സാമിൻ്റെ കഴിഞ്ഞ സ്റ്റേജുകളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് ഹരിത വിപ്ലവം എന്ന് പറയുന്ന ഒരു ടോപ്പിക്, അതൊരു ഹോട്ട് ടോപ്പിക്കായിട്ട് കാണാം. എല്ലാ എക്സാമിനും ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഹരിത വിപ്ലവം എന്ന് പറയുന്ന ടോപ്പിക്കിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ SCRT വെച്ചിട്ട്, അതായത് SCRT 7ാം ക്ലാസ്സിലും +1 നമുക്ക് ഹരിത വിപ്ലവത്തെക്കുറിച്ച് പഠിക്കാനുള്ളതും പറഞ്ഞു പോകുന്നതും ആ ഒരു ഭാഗമൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഹരിത വിപ്ലവത്തെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, അതായത് വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടി മൈ മെന്റർ PSC ആപ്പിൽ ഒരു പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ഒക്ടോബർ മാസം 1-ാം തീയതി തൊട്ടാണ്. അതുപോലെ തന്നെ ആദ്യം ജോയിൻ ചെയ്യുന്ന 100 പേർക്ക് 50% ഡിസ്കൗണ്ടിൽ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം. സോ എത്രയും വേഗം ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. ഇനി വരാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട എക്സാം എന്ന് പറയുന്നത് 10th ലെവൽ പ്രിലിംസ് ആണ്. ഡിസംബർ മാസം അതിൻ്റെ ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് ഓൾറെഡി. അതിനുവേണ്ടി ഒരു 75 ദിവസം നീളുന്ന ക്രാഷ് കോഴ്സ് നമ്മുടെ ആപ്പിൽ, മൈ മെന്റർ PSC ആപ്പിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ക്ലാസ്സുകൾ ഒക്ടോബർ 5 തൊട്ടാണ് ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് ആ കോഴ്സിലേക്കും ജോയിൻ ചെയ്യാം. ആ ജോയിൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഹരിത വിപ്ലവത്തെക്കുറിച്ചാണ് പഠിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഹരിത വിപ്ലവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിൻ്റെ ഒരു പശ്ചാത്തലം പറഞ്ഞു പോകണം. അതിൻ്റെ നിങ്ങൾ 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലാണ് SCRT ആദ്യമായിട്ട് ഈ ഹരിത വിപ്ലവത്തെക്കുറിച്ച് പറയുന്നത്, പഞ്ചവത്സര പദ്ധതിയുടെയൊക്കെ ഭാഗമായിട്ട്. അപ്പോൾ തന്നെ ഈ ഹരിത വിപ്ലവം എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് പിമ്പുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നു ഇന്ത്യ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഭൂനികുതിയുടെ സമ്പ്രദായങ്ങളും ഒക്കെ കർഷകർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ബാധ്യതയാകുന്ന തരത്തിലായിരുന്നു. അതുപോലെ തന്നെ ഭക്ഷ്യവിളകളോടുള്ള ബ്രിട്ടീഷുകാരുടെ അവഗണനയൊക്കെ തന്നെ ഈ ഇന്ത്യയിൽ, നമ്മുടെ രാജ്യത്ത് ഭക്ഷ്യക്ഷാമം വർദ്ധിക്കുന്നതിനും അതിനു വേണ്ടിയിട്ടുള്ള ഭക്ഷ്യക്ഷാമം ഉണ്ടാക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഭൂനികുതികളും അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഭക്ഷ്യ വിളകളോടുള്ളൊരു അവഗണനയൊക്കെ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ആരെയാണ്? നമ്മുടെ കർഷകരെയാണ്. അങ്ങനെ ഏകദേശം 75% വരുന്ന ഇന്ത്യയിലെ ജനങ്ങൾ കൃഷിയെ ആശ്രയിച്ച്, നമ്മുടെ സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് വരെ 75% വരുന്ന ആളുകൾ നമ്മുടെ കൃഷിയെ ആശ്രയിച്ചാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം അതിൻ്റെ ഒരു പശ്ചാത്തലമാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം, അപ്പം സ്വാതന്ത്ര്യത്തിന് മുന്നേയും പിന്നെയും എന്നുള്ളതാണ് നമ്മൾ ഒരു പശ്ചാത്തലമായിട്ട് പറയുന്നത്. അതിനു മുമ്പ് എങ്ങനെയായിരുന്നു കർഷകരുടെ അവസ്ഥ, എന്നാൽ അതിനുശേഷം എങ്ങനെയായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷവും നമ്മുടെ കർഷകർ കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതി ഉണ്ടായി. അപ്പൊ അത്തരത്തിൽ പരിമിതികൾ ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷവും കാർഷിക മേഖലയിൽ കർഷകർക്ക് എന്തുണ്ടായിരുന്നു? പരിമിതികൾ ഉണ്ടായിരുന്നു. അവരുപയോഗിക്കുന്ന ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ, സാങ്കേതിക വിദ്യയൊക്കെ എന്നൊക്കെ പറയുന്നത് വളരെ പഴക്കം ചെന്നതായിരുന്നു. കാലഹരണപ്പെട്ട ഒരുപാട് സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ചിട്ടാണ് കർഷകർ കൃഷി മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ഉൽപാദനക്ഷമത എന്ത് ചെയ്യാണ്? കുറയുകയാണ് അല്ലേ. അപ്പോൾ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നതൊക്കെ കാലഹരണപ്പെട്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ പരിമിതികൾ ഉണ്ടായിരുന്നു, അടിസ്ഥാന സൗകര്യങ്ങളിൽ പരിമിതികൾ ഉണ്ടായി. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ കാർഷിക മേഖലയുടെ ഉൽപാദനക്ഷമത എന്ത് ചെയ്യാണ്? കുറഞ്ഞു വന്നു. അതൊരു കാരണമാണ്. ഓക്കെ, അപ്പം കർഷകർ നേരിട്ടൊരു പ്രധാന പ്രശ്നമാണ്. അവിടെ നമ്മുടെ ഉൽപാദനത്തിൽ വന്ന കുറവുണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട പശ്ചാത്തലം എന്ന് പറയുന്നത്, കൃഷി എന്ന് പറയുന്നത് മൺസൂണെ ആശ്രയിച്ചാണ്. എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഒരേ സമയം വെള്ളം കിട്ടുമോ? ഇല്ല. അപ്പം മൺസൂണെ ആശ്രയിച്ച് കൃഷി ചെയ്ത ഒരുപാട് കർഷകരുണ്ട്. ഇനി മൺസൂൺ ലഭിക്കാത്ത അല്ലെങ്കിൽ മഴ ലഭിക്കാത്ത സ്ഥലങ്ങളിൽ എന്തുണ്ടായി? കാർഷിക മേഖലയിൽ ബുദ്ധിമുട്ടുകൾ നേരിട്ടു. അവിടെ കർഷകർ എന്ത് ചെയ്യായി? കർഷകർക്ക് ബുദ്ധിമുട്ട് നേരിട്ടു. മൺസൂണിനെ ആശ്രയിച്ചായിരുന്ന കാർഷിക മേഖലയും അതുപോലെ തന്നെ ജലസേചന സൗകര്യം, മൺസൂൺ ലഭിക്കാത്ത സ്ഥലങ്ങളിൽ എന്ത് വേണം? അവർക്ക് കൃത്യമായി ജലസേചന സൗകര്യം ഉണ്ടാവണം. അതിൻ്റെ അപാകതയും വന്നപ്പോൾ, അല്ലെങ്കിൽ അത് കൃത്യമായി ലഭിക്കാത്തത് വന്നപ്പോൾ ഇതൊക്കെ കർഷകർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സമയമായിരുന്നു. അപ്പോൾ നമ്മുടെ ഹരിത വിപ്ലവം, എങ്ങനെയാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്ന ആശയത്തിലേക്ക് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പം അതിൻ്റെ ഒരു പശ്ചാത്തലം അങ്ങനെയാണെന്ന് നിങ്ങൾ
ഓർത്തു വെച്ചിരിക്കാം. അങ്ങനെ വന്നിരിക്കുന്ന ഒരു സമയത്താണ് ഹരിത വിപ്ലവം എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വരുന്നത്. നമ്മൾ കർഷകർ ഉപയോഗിച്ചിരുന്ന കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യകൾ, അതുപോലെ തന്നെ വേണ്ട രീതിയിൽ ജലസേചന സൗകര്യങ്ങൾ ലഭിക്കാതെയൊക്കെ വന്നപ്പോഴാണ് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനം എന്നിവ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെയും ഉൽപാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതിയാണ് ഹരിത വിപ്ലവം. നിങ്ങളുടെ 7ാം ക്ലാസ്സിലെ SCERT ടെക്സ്റ്റിൽ കിടക്കുന്നത് ഞാൻ അതുപോലെയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഹരിത വിപ്ലവത്തെ കുറിച്ച് പറയുമ്പോൾ 7ാം ക്ലാസ്സിൽ നിങ്ങളുടെ ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. എന്താണ്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ. അപ്പൊ വിത്തിനങ്ങളിൽ ഉൽപാദനശേഷി കൂടിയ വിത്തിനങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി. രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചു. അപ്പൊ കാർഷിക മേഖലയിൽ എന്ത് വന്നു? പുത്തൻ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചു. കുറഞ്ഞ നിരക്കിൽ വായ്പകൾ, കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ എന്ത് കൊടുത്തു? വായ്പകൾ കൊടുത്തു. ശാസ്ത്രീയമായ ജലസേചന പദ്ധതികളൊക്കെ നടപ്പാക്കിക്കൊണ്ട് എന്താണ്? ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച ഒരു പദ്ധതിയാണ് എന്ത്? ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഹരിത വിപ്ലവം എന്ന് പറയുമ്പോൾ കാർഷിക മേഖലയ്ക്ക് ഉണർവേകി ഒരു പദ്ധതി കൂടിയാണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക. ഹരിത വിപ്ലവത്തിലൂടെ കോളനി ഭരണത്തിൽ കീഴിൽ കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന സ്തംഭനാവസ്ഥ കുറെയൊക്കെ പരിഹരിക്കാനായിട്ടുണ്ട്. അപ്പോ ഹരിത വിപ്ലവം 2 ഘട്ടങ്ങളിലൊക്കെ ആയിട്ടാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ അതിനെക്കുറിച്ച് പറയും. അപ്പോൾ മൊത്തത്തിലൊരു സ്തംഭനാവസ്ഥയിൽ, സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം കാർഷിക മേഖല മൊത്തത്തിലൊരു സ്തംഭനാവസ്ഥയിലായിരുന്നു. ആ അവസ്ഥയ്ക്കൊക്കെ മാറ്റം വന്നുകൊണ്ട് എന്താണ്? ഒരു ഉണർവ് പകരാൻ എന്തിനു കഴിഞ്ഞിട്ടുണ്ട്? ഈ പറയുന്ന ഹരിത വിപ്ലവത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹരിത വിപ്ലവം എന്താണ്, എങ്ങനെയാണ് ഹരിത വിപ്ലവം പ്രവർത്തിച്ചതെന്നൊക്കെ ഉള്ളത് നോക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഘടകങ്ങൾ എങ്ങനെയാണ്? ഈ പറയുന്ന ഹരിത വിപ്ലവം എന്ന് പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഘടകങ്ങൾ എങ്ങനെയാണ് നോക്കിക്കഴിഞ്ഞാൽ, അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളുടെ ഉപയോഗം, അല്ലെ? അപ്പം വിത്തുകൾ, കർഷകർ ഉപയോഗിച്ചിരിക്കുന്ന വിത്തുകൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളുടെ ഉപയോഗം, അത് നിങ്ങൾ ആ പോയിന്റ് ആയിട്ട് തന്നെ നോക്കി വെച്ചിരിക്കുക കേട്ടോ. രണ്ടെന്താണ്? രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം. രാസവളങ്ങൾ ഉപയോഗിക്കുന്നു, കീടനാശിനികളുടെ ഒക്കെ ഉപയോഗം വന്നു. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുന്നു. ട്രാക്ടർ, പവർ ടില്ലറുകൾ, പമ്പ് സെറ്റുകൾ മുതലായവയുടെ ഉപയോഗം. അപ്പോൾ നമുക്കറിയാം കൃഷിയിൽ ഒരുപാട് കൃഷി ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ എന്താ, ട്രാക്ടറുകളിലും അതുപോലെ തന്നെ എന്താണ് പമ്പ് സെറ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ജലസേചന സൗകര്യങ്ങൾ കുറച്ചും കൂടി മെച്ചപ്പെടുത്തുക, വർദ്ധിച്ച ജലസേചന സൗകര്യങ്ങളുടെ ഉപയോഗപ്പെടുത്തൽ. അപ്പോൾ അത്തരത്തിൽ ജലസേചന പദ്ധതികൾ, ജലസേചന സൗകര്യങ്ങളൊക്കെ എന്താണ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് എന്ത് നടക്കുന്നത്? ഇവിടെ നമ്മുടെ രാജ്യത്ത് എന്ത് നടന്നത്? ഹരിത വിപ്ലവം നടന്നത്. അപ്പൊ അതിന്റെ ഘടകങ്ങളെ കുറിച്ച് ഒന്ന് നോക്കി വെച്ചിരിക്കുക. എന്താണ്? അത്യുൽപാദന ശേഷിയുള്ള, ഹൈ ഈൽഡിംഗ് വെറൈറ്റി ഉള്ള, അല്ലെ, എന്താണ് വിത്തുകളുടെ ഉപയോഗം ഉണ്ട്. രാസവളങ്ങളും കീടനാശിനികളും ഒക്കെ ഉപയോഗിച്ചു തുടങ്ങി. അതുപോലെ തന്നെ ജലസേചന സൗകര്യങ്ങൾ, ട്രാക്ടർ, പമ്പ് സെറ്റുകൾ പോലെയുള്ളവയുടെ ഉപയോഗമൊക്കെ എന്ത് ചെയ്തു? ഈ പറയുന്ന ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് കൃഷി മേഖലയ്ക്ക് ഉണർവ് കൊടുക്കുന്ന രീതിയിലേക്ക് വന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഹരിത വിപ്ലവത്തിന്റെ 1ാം ഘട്ടം ഞാൻ ഓൾറെഡി പറഞ്ഞു. 2 ഘട്ടങ്ങളിലായിട്ട് നമ്മൾ ഹരിത വിപ്ലവത്തെ കുറിച്ച് സംസാരിക്കും. 1ാം ഘട്ടത്തിനെ കുറിച്ചും ഒക്കെ പറയുന്നത് നമ്മുടെ +1 ടെക്സ്റ്റിലാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഹരിത വിപ്ലവത്തിന്റെ 1ാം ഘട്ടത്തിൽ എന്താ സംഭവിച്ചത്? അത് 1960 പകുതി മുതൽ 1970 പകുതി വരെയാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഭാഗത്ത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന, നോക്കുക, പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലേക്ക് പരിമിതപ്പെട്ടു. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ ഈ ഹരിത വിപ്ലവത്തിന്റെ അല്ലെങ്കിൽ ഹരിത വിപ്ലവം എത്തിപ്പെട്ട 3 സംസ്ഥാനങ്ങളാണ് പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്. കൂടുതലായി ഹരിത വിപ്ലവത്തിന്റെ മായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ കൂടുതലായിട്ട് ലഭിച്ചതുമൊക്കെ അല്ലെങ്കിൽ കൂടുതൽ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ പറ്റിയതും ഈ 3 സംസ്ഥാനങ്ങളിലാണ്. അപ്പം ആ ഒരു ആദ്യഘട്ടത്തിൽ പ്രയോജനപ്പെട്ട 3 സംസ്ഥാനങ്ങളാണ് ഏതൊക്കെയാണ്? പഞ്ചാബും, ആന്ധ്രാപ്രദേശും, തമിഴ്നാടും എന്നിവയാണ്. അപ്പോൾ ഈ ആദ്യഘട്ടത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഭക്ഷ്യധാന്യങ്ങളിൽ പ്രധാനമായും ആദ്യഘട്ടം നേട്ടം കാണാനായത് ഗോതമ്പ് ഉൽപാദനത്തിലാണ്. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ ഭക്ഷ്യധാന്യങ്ങളിൽ ആദ്യത്തെ ഘട്ടത്തിൽ നേട്ടം
കൈവരിച്ചത് ഏതാണ്? ഗോതമ്പിനാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു എന്താണ് അതിനെ ഗോതമ്പ് വിപ്ലവം എന്നും പറയും. ആദ്യഘട്ടത്തിൽ ഗോതമ്പിന് നേട്ടമുണ്ടായത് കാരണം ഇതിനെ ഗോതമ്പ് വിപ്ലവം എന്നും വിശേഷിപ്പിക്കാറുണ്ട്. അപ്പൊ അതൊന്ന് നോക്കി വെച്ചിരിക്കുക. അപ്പൊ ആദ്യത്തെ ഘട്ടത്തിൽ ഗോതമ്പിനാണ് കൂടുതൽ പ്രയോജനം ലഭിച്ചത്. അതുകൊണ്ട് തന്നെ എന്താണ് ഗോതമ്പ് വിപ്ലവം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. രണ്ടാം ഘട്ടത്തെ കുറിച്ച് പറയുമ്പോൾ ഏതാണ് 70കളുടെ പകുതി മുതൽ 1980ന്റെ പകുതി വരെയാണ് നമ്മൾ രണ്ടാം ഘട്ടം എന്ന രീതിയിൽ പറയുന്നത്. ഈ ഹരിത വിപ്ലവം 3ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ നടപ്പാക്കുന്നത്. അത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ. ഒരു ചോദ്യം ഉണ്ടായിരുന്നു അങ്ങനെ. ഓക്കെ, അങ്ങനെ ഈ പറയുന്ന അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയും കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും കൂടുതൽ വൈവിധ്യമുള്ള വിളകൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്തു അല്ലേ? അപ്പോൾ രണ്ടാം ഘട്ടത്തിൽ, ആദ്യഘട്ടത്തിൽ നമ്മൾ 3 സംസ്ഥാനങ്ങൾക്ക് പ്രയോജനം വന്ന ഹരിത വിപ്ലവം രണ്ടാം ഘട്ടമായപ്പോഴത്തേക്കും അതിൻ്റെ ഒരു അടുത്ത തലത്തിലേക്ക് പോവുകയാണ്. അപ്പം അങ്ങനെ ഒരു അടുത്ത തലത്തിലേക്ക് പോകുമ്പോൾ മുഴുവൻ സംസ്ഥാനങ്ങളിലും എന്താണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുകയും കൂടുതൽ സാങ്കേതിക വിദ്യകളൊക്കെ എന്താണ് വരികയും അല്ലെങ്കിൽ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം കൂട്ടുകയും അതുപോലെ തന്നെ വൈവിധ്യമുള്ള വിളകൾ അല്ലേ? ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു ഗോതമ്പിനായിരുന്നു കൂടുതൽ പ്രയോജനമുണ്ടെങ്കിൽ രണ്ടാമത്തെ ഘട്ടത്തിൽ വൈവിധ്യമുള്ള വിളകളൊക്കെ ഉപയോഗിക്കുകയും അതൊക്കെ പ്രയോജനപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഹരിത വിപ്ലവം എന്ത് ചെയ്തു? അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഹരിത വിപ്ലവത്തിന്റെ സാങ്കേതിക വിദ്യയുടെ വ്യാപനം ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ എന്തായി? സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കി. അപ്പോൾ ഈ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായി നമ്മളൊരു സ്വയം പര്യാപ്തത, ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ ഒരു സ്വയം പര്യാപ്തത കണ്ടെത്തുന്നതിന് എന്ത് സഹായകമായി? ഹരിത വിപ്ലവം സഹായകമായി എന്ന് ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പൊ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ആദ്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുള്ള അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, പുതിയ സാങ്കേതിക വിദ്യകൾ, ശാസ്ത്രീയമായിട്ടുള്ള ജലസേചനങ്ങൾ, കുറഞ്ഞ നിരക്കിൽ പലിശ അല്ലെങ്കിൽ വായ്പകൾ നൽകിക്കൊണ്ട്, പലിശയല്ല കുറഞ്ഞ നിരക്കിൽ വായ്പകൾ നൽകിക്കൊണ്ട് ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്ത് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ച ഒരു പദ്ധതിയാണ് ഹരിത വിപ്ലവം എന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ 2 ഘട്ടങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. അതിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങളുടെയും കീടനാശിനി ഉപയോഗം, ട്രാക്ടർ, പവർ ട്രില്ലർ, പമ്പ് സെറ്റുകളുടെ ഉപയോഗം, വർദ്ധിച്ച ജലസേചന സൗകര്യങ്ങൾ അതിന്റെ ഘടകങ്ങളായിട്ട് വരുന്നു. 1ാം ഘട്ടത്തിൽ 3 സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്പെട്ടു. ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നതും എന്ത് തന്നെയാണ്? ഈ പറയുന്ന ആദ്യഘട്ടത്തില് ഗോതമ്പിന് പ്രയോജനപ്പെട്ടത്, കൂടുതൽ പ്രയോജനം ഗോതമ്പ് വിളയ്ക്കുണ്ടായതുകൊണ്ട് ഗോതമ്പ് വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നു. 2ാം ഘട്ടത്തിൽ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും അത് വ്യാപിച്ച് നമ്മുടെ രാജ്യത്തിന് ഒരു സ്വയം പര്യാപ്തത, ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഒരു സ്വയം പര്യാപ്തത കൈവരിക്കാൻ എന്തിനു കഴിഞ്ഞു? ഹരിത വിപ്ലവത്തിന് കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നേട്ടങ്ങളും പരിമിതികളും നമ്മൾ അറിയണം. എന്തൊക്കെ നേട്ടങ്ങളാണ്? നേട്ടങ്ങൾ, പരിമിതികൾ എന്ന് പറയുന്നത് 7ാം ക്ലാസ്സിൽ ഒരു ബോക്സ് വരച്ച് കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പം നേട്ടങ്ങൾ എന്തൊക്കെയാണ്? നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനത്തിൽ വർധന ഉണ്ടായി അല്ലേ? അപ്പം ഹരിത വിപ്ലവം കാരണം ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനത്തിൽ എന്ത് സംഭവിച്ചു? വർധനവ് സംഭവിച്ചു. ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉറപ്പാക്കി. നമ്മുടെ രാജ്യത്ത് ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉറപ്പുവരുത്തി. സ്വയം പര്യാപ്തമാകുന്ന രീതിയിൽ നമ്മുടെ രാജ്യത്ത് ഭക്ഷ്യവിളകളുടെ ഉപയോഗം ഉറപ്പാക്കി. ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. അപ്പോൾ സ്വയം പര്യാപ്തത കൈവരിച്ചു. നമ്മുടെ രാജ്യത്ത് ഒരുപാട് ഭക്ഷ്യവസ്തുക്കളൊക്കെ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങിയപ്പോൾ അതിൻ്റെ വിലയിൽ മാറ്റമുണ്ടായി, വില കുറവുകൾ ഉണ്ടായി. ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും കുറഞ്ഞു. അപ്പോൾ ഇല്ലാതിരിക്കുമ്പോഴാണ് ഭയങ്കരമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു ടെൻഡൻസി. അപ്പോൾ നാട്ടിൽ ഭക്ഷ്യവിളകളുടെ നമ്മുടെ ഉൽപ്പാദനം കൂടിയ സമയത്ത് കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിട്ട് മാർക്കറ്റിൽ ഇതൊക്കെ അവൈലബിൾ ആയി തുടങ്ങിയപ്പോൾ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും ഒക്കെ കുറഞ്ഞു. അതുപോലെ തന്നെ ഇറക്കുമതിയും ഭക്ഷ്യസഹായത്തിലുള്ള ആശ്രയത്വവും കുറഞ്ഞു. അതായത് നമുക്ക് ഭക്ഷ്യസാധനങ്ങൾക്ക് വേണ്ടി മറ്റുള്ള രാജ്യങ്ങളെയൊക്കെ ആശ്രയിക്കുന്നത് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? കുറയ്ക്കാനായിട്ട് ഈ പറയുന്ന ഹരിത വിപ്ലവം പ്രയോജനപ്പെട്ടു. അപ്പോൾ ഇതൊക്കെയാണ് ഹരിത വിപ്ലവത്തിന്റെ എന്തെന്ന് പറയുന്നത്? നേട്ടങ്ങൾ എന്ന് പറയുന്നത്. ഭക്ഷ്യസാധനങ്ങളുടെ
എന്താണ് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ നമ്മൾ സ്വയം പര്യാപ്തത ഉറപ്പാക്കി, വിലയ്ക്ക് കുറവുണ്ടായി, എന്താണ് കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും ഒക്കെ കുറഞ്ഞു. അതുപോലെ തന്നെ ഇറക്കുമതിയും ഭക്ഷ്യസഹായത്തിനുമുള്ള ആശ്രയത്വമൊക്കെ എന്ത് ചെയ്തു, കുറഞ്ഞു. അപ്പൊ ഇതൊക്കെ എന്താണ് ഈ പറയുന്ന ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കോട്ടങ്ങൾ പഠിക്കണം അല്ലെ. പരിമിതികൾ എന്തൊക്കെയായിരുന്നു? ഹരിത വിപ്ലവത്തിന്റെ പരിമിതികൾ എന്ന് പറഞ്ഞാൽ ജലം അമിതമായി ഉപയോഗിച്ചത് വഴി എന്തായി, ഭൂഗർഭജലത്തിന്റെ അളവ് ഗണ്യമായി കുറഞ്ഞു. പ്രധാനപ്പെട്ട ഒരു പരിമിതിയാണ്. കൂടുതലായി നമ്മൾ ജലസേചന സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടി വന്നു. അപ്പൊ ജലത്തിന്റെ ആവശ്യകത ഏറി. എന്താണ്, അങ്ങനെ ജലം അമിതമായി ഉപയോഗിച്ചത് വഴി ഭൂഗർഭജലത്തിന്റെ അളവ് ഗണ്യമായി കുറഞ്ഞു. മറ്റൊന്നെന്താണ്, രാസവളങ്ങളും കീടനാശിനികളും ഒക്കെ നമ്മൾ ഉപയോഗിച്ചു അല്ലെ. അപ്പോൾ രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം മണ്ണിന്റെ സ്വാഭാവികത ഫലഭൂഷ്ടിയത കുറച്ചു അല്ലെ. അപ്പം രാസവളങ്ങളാണ്, കീടനാശിനികളൊക്കെയാണ്. അപ്പം മണ്ണിന് എന്ത് ചെയ്തു, മണ്ണിന് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ആ ഒരു സവിശേഷത കുറഞ്ഞു വരുന്നതായിട്ട് ഇവിടെ കണ്ടു. അതിൻ്റെ ഒരു പരിമിതികളായിട്ട് നമുക്ക് പറയാം. ഇനി മറ്റൊന്നെന്താണ്, ഹരിത വിപ്ലവം ചെറുകിട കർഷകരെയും വൻകിട കർഷകരെയും തമ്മിലുള്ള അന്തരം വർദ്ധിപ്പിച്ചു. ഒരു പരിധി വരെ നമ്മളതിനെ സോൾവ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പറയാം. ഹരിത വിപ്ലവം എന്താണ്, വന്ന സമയത്ത് ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം ഒരുപാട് കൂടുന്ന തരത്തിൽ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ഒരു പരിമിതി എന്തിനുണ്ടായിരുന്നു, നമ്മുടെ ഹരിത വിപ്ലവത്തിനുണ്ടായിരുന്നു. ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ നേട്ടങ്ങളും പഠിച്ചിട്ടുണ്ട്, പരിമിതികളെ കുറിച്ചും നമ്മൾ പഠിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചെറുകിട കർഷകർക്ക് എങ്ങനെയാണ് ഒരു ബുദ്ധിമുട്ടുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൻകിട കർഷകരെ സംബന്ധിച്ച് അവർക്ക് പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിനും അതുപോലെ തന്നെ അവരുടെ കൃഷിയിടങ്ങളിലേക്ക് ജലസേചന സൗകര്യങ്ങൾ എത്തിക്കുക എന്നൊക്കെ പറയുന്നത് അവർക്ക് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. പക്ഷേ ചെറുകിട കർഷകരെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവർ അന്നന്നത്തെ കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും, ആ ഒരു ഉപജീവനമായിട്ടായിരിക്കും കൃഷി ആശ്രയിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ അവർക്ക് എന്തായി, സാമ്പത്തികമായി അവരത്ര മുന്നിൽ നിൽക്കുന്നവരല്ലാത്തതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആർക്കുണ്ടായി, ചെറുകിട കർഷകർക്കുണ്ടായി. അവർക്ക് ഈ പറയുന്ന ചെറുകിട കർഷകർക്ക് ആവശ്യ നിവേശങ്ങൾ, അതായത് ഇൻപുട്ടുകൾ, നമ്മുടെ കർഷക മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ കൃഷിക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിലുള്ള ഇൻപുട്ടുകൾ ലഭ്യമാകുന്നതിന് ഗവൺമെന്റ് എന്ത് കൊടുത്തു തുടങ്ങി, സബ്സിഡി നിരക്കിൽ രാസവളം നൽകുകയും കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ അനുവദിക്കുകയും ചെയ്തു. അപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അവർക്ക് എന്ത് കൊടുക്കുകയാണ്, ഓൾറെഡി ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായി ഒരു ചെറിയ അന്തരം ഇവർക്കിടയിലുണ്ട്, ചെറുകിട കർഷകരും വൻകിട കർഷകരും. ആ സമയത്ത് ഗവൺമെന്റ് എന്ത് ചെയ്യാണ്, സബ്സിഡി കൊടുക്കുന്നു. അതുപോലെ തന്നെ കുറഞ്ഞ നിരക്കിൽ എന്ത് ചെയ്യുന്നു, പലിശ നിരക്കിൽ വായ്പയൊക്കെ അനുവദിച്ചു തുടങ്ങി. ഇപ്പൊ രാസവളങ്ങൾക്കും ഒക്കെ കീടനാശിനികൾക്കൊക്കെ സബ്സിഡി കൊടുക്കുന്നു. അതുപോലെ തന്നെ എന്താ സംഭവിക്കുന്നത്, കുറഞ്ഞ പലിശ നിരക്കിൽ ഇവർക്ക് എന്ത് ചെയ്യുന്നു, വായ്പാ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുക്കുക. അങ്ങനെ അതിന്റെ ഫലമായി ചെറുകിട കർഷകർക്ക് എന്ത് ചെയ്യുന്നു, ഇവരുടെ ആവശ്യ നിവേശങ്ങൾ, അതായത് ഇൻപുട്ടുകൾ നേടാൻ കഴിഞ്ഞതിനാൽ കാലക്രമേണ ചെറു വിളനിലകളുടെ ഉൽപാദനക്ഷമത വൻകിട വിളനിലകളുടേതിന് തുല്യമായി. അപ്പം തുടക്കത്തിൽ ചെറുകിട കർഷകർക്കും വൻകിട കർഷകർക്കും തമ്മിലൊരു അന്തരം ഉണ്ടായിരുന്നുവെങ്കിലും കാലക്രമേണ ഈ പറയുന്ന ഗവൺമെന്റിന്റെ സബ്സിഡികളും കുറഞ്ഞ പലിശ നിരക്കിലുള്ള വായ്പയും ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ പറയുന്ന ഇവർ തമ്മിലുള്ള അന്തരം എന്ത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, ഏറെക്കുറെയൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നോക്കി വെച്ചിരിക്കുക. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്തത് നമ്മുടെ ഈ പറയുന്ന കമ്പോള മിച്ചം എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. ആ കമ്പോള മിച്ചം എന്താണ് എന്ന് നമ്മൾ പഠിക്കണം. അത് നമ്മുടെ 11ാം ക്ലാസ്സിലെ SCRT പറയുന്നതാണ്. അതായത് മാർക്കറ്റഡ് സർപ്ലസ് എന്നാണ്. അതെന്താണ്, കർഷകർ വിപണിയിൽ വിൽക്കുന്ന കാർഷിക ഉൽപ്പന്നത്തിന്റെ ഭാഗം. അപ്പൊ നമ്മളൊരു ഭാഗം വിപണിയിലേക്ക് വിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ആ ഒരു കുറച്ചു കാലം, അതായത് നമ്മൾ ഈ പറയുന്ന കർഷകര് അന്നന്നത്തെ ആവശ്യത്തിന് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ വിളവെടുക്കുന്നു, അവരുപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അത് നമ്മുടെ മാർക്കറ്റിലേക്ക് പോയെങ്കിൽ മാത്രമേ ഗവൺമെന്റിന് അല്ലെങ്കിൽ നമ്മുടെ ദേശീയ വരുമാനത്തിലൊക്കെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അപ്പം ആദ്യഘട്ടങ്ങളിലൊക്കെ ഇവരെന്ത് ചെയ്യുക ചെയ്യുന്നത്, ഇവരുണ്ടാക്കുന്ന സാധനങ്ങൾ ഇവർ ഉൽപ്പാദിപ്പിക്കുന്നത് ഇവർ തന്നെ ഉപയോഗിക്കുക എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ആയിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ഉൽപ്പാദനം കൂടിയതനുസരിച്ച് മാർക്കറ്റിലേക്ക് അവരുടെ ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വിൽപ്പനയൊക്കെ മാർക്കറ്റിലേക്ക് കൂടുതലായിട്ട് വ്യാപിപ്പിച്ചു. അങ്ങനെ കർഷകർ വിപണിയിൽ വിൽക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ കമ്പോള മിച്ചം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ വിൽക്കുന്ന നമ്മുടെ മാർക്കറ്റിലേക്ക് വിൽക്കുന്ന കാർഷിക ഉൽപ്പന്നത്തിനെ കമ്പോള മിച്ചം എന്ന് പറയുന്നു. അത് ഏതെങ്കിലും രീതിയിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയണം, അതുകൊണ്ടാണ് അതവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ പറയുന്ന ഹരിത വിപ്ലവത്തിന്റെ സമയത്ത് ഉൽപ്പാദിപ്പിച്ച അരിയുടെയും ഗോതമ്പിന്റെയും നല്ലൊരു ഭാഗം എന്ത് ചെയ്യാണ്,
വിപണിയിൽ ലഭ്യമാക്കിയ മിച്ചം കർഷകർ എന്ത് ചെയ്തു? അപ്പം ഈ പറയുന്ന അതിന്റെ ഭാഗമായി അവർ ഉൽപ്പാദിപ്പിച്ചു. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. അതിന്റെ ഭാഗമായി കർഷകർ വിളവെടുക്കുന്ന സാധനങ്ങൾ അവരെന്ത് ചെയ്തു? വിപണിയിലേക്ക് കൂടുതലായിട്ട് വിൽപ്പനയ്ക്ക് വെച്ചു. അങ്ങനെ വിൽപ്പനയ്ക്ക് വന്നപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ എന്ത് ചെയ്തു? ഈ വസ്തുവകകൾ സുലഭമായി ലഭിച്ചു തുടങ്ങി. അങ്ങനെ ലഭിച്ചു തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞ നേട്ടങ്ങളിലൊന്നാണ് വിലയിൽ എന്ത് ചെയ്തു? വിലയിൽ കുറവുണ്ടായി. കൂടുതൽ ഈ സാധനങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്നപ്പോൾ കരിഞ്ചന്തയില്ല, പൂഴ്ത്തിവെപ്പില്ല. അപ്പോൾ കൂടുതൽ കുറച്ച് സാമ്പത്തികമായി ഈ പറയുന്ന ഭക്ഷ്യധാന്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് പൈസ ചെലവാക്കേണ്ട ആളുകൾക്ക് അത് കുറച്ച് നേട്ടമായിരുന്നു. അങ്ങനെ നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്? നമ്മുടെ രാജ്യത്ത് ഈ പറയുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ അവൈലബിലിറ്റി കുറച്ചും കൂടി കൂടുതലായി ലഭ്യമാക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെ മറ്റ് ഉപഭോഗ വസ്തുക്കളെ അപേക്ഷിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറയുകയും ഭക്ഷ്യധാന്യങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കാൻ ആവശ്യമായ ധാന്യശേഖരം ഉണ്ടാക്കുന്നതിന് ഹരിത വിപ്ലവം ഗവൺമെന്റിനെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലാണ് ഹരിത വിപ്ലവം എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മുടെ ഗവൺമെന്റിനെ കൂടുതലായിട്ട് സഹായിച്ചിട്ടുള്ളത് എന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇതിനകത്ത് നേട്ടങ്ങൾ പഠിക്കണം, കോട്ടങ്ങൾ പഠിക്കണം, നിങ്ങൾ കമ്പോള മിച്ചം എന്താണെന്ന് അറിയണം. ഈ പറയുന്ന നമ്മുടെ എങ്ങനെയാണ് ഗവൺമെന്റിനെ സ്റ്റേറ്റ്മെന്റ് വൈസ് ഒക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അത് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുമ്പോൾ വിട്ടുപോകാൻ കഴിയാത്തൊരു പേരാണ് ആരുടെയാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ്റെതാണ്. ഡോക്ടർ MS സ്വാമിനാഥൻ്റെയാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് ആര്? ഡോക്ടർ MS സ്വാമിനാഥൻ. അത് ഓർത്ത് വെച്ചിരിക്കുക. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് വേറെയാണ്, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും. ഇന്ത്യൻ ഹരിത വിപ്ലവത്തെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥനാണ്. അദ്ദേഹം 1925 ഓഗസ്റ്റ് മാസം 7 തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ ഓർത്തു വെച്ചിരിക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അദ്ദേഹവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ അദ്ദേഹം ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ആദ്യ ഡയറക്ടർ ആയിരുന്നു. എന്താണ്? ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ആദ്യ ഡയറക്ടറായി പ്രവർത്തിച്ച വ്യക്തിയാണ് ഡോക്ടർ MS സ്വാമിനാഥൻ. അപ്പൊ അദ്ദേഹത്തിന് രാജ്യം പത്മശ്രീ നൽകിയിട്ടുണ്ട് 1967. പത്മഭൂഷൺ 1972 നൽകി. ഭാരതരത്ന മരണാനന്തരമാണ് അദ്ദേഹത്തിന് ഭാരതരത്ന ലഭിക്കുന്നത് 2024. അങ്ങനെയുള്ള പുരസ്കാരങ്ങളൊക്കെ നമ്മുടെ രാജ്യം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. ഇനി പുരസ്കാരങ്ങൾ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് എന്ന് കൂടി ഓർത്തു വെച്ചിരിക്കുക. അദ്ദേഹം ജനിച്ച സ്ഥലം നമ്മൾ പഠിച്ചു. അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചതും പത്മഭൂഷൺ അതുപോലെ തന്നെ മരണാനന്തരം 2024 അദ്ദേഹത്തിന് എന്ത് ലഭിച്ചു? ഭാരതരത്ന ലഭിച്ചു എന്നുള്ള കാര്യം കൂടി ഓർത്തു വെച്ചിരിക്കുക. ഇനി അദ്ദേഹത്തെ കുറിച്ച് പ്രധാനമായിട്ട് അദ്ദേഹത്തിന് 1971 മാക്സസെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 1987 വേൾഡ് ഫുഡ് പ്രൈസും ലഭിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. പ്രധാനമായും നമ്മൾ മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്ന കിട്ടിയതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ബുക്കുകൾ നോക്കാം. ഫ്രം ഗ്രീൻ ടു എവർഗ്രീൻ റെവല്യൂഷൻ, സയൻസ് ആൻഡ് സസ്റ്റൈനബിൾ ഫുഡ് സെക്യൂരിറ്റി, ഇൻ സെർച്ച് ഓഫ് ബയോ ഹാപ്പിനെസ്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ എല്ലാ ബുക്കുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ബുക്കുകളുടെ പേരാണ്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഫ്രം ഗ്രീൻ ടു എവർഗ്രീൻ റെവല്യൂഷൻ, സയൻസ് ആൻഡ് സസ്റ്റൈനബിൾ ഫുഡ് സെക്യൂരിറ്റി, ഇൻ സെർച്ച് ഓഫ് ബയോ ഹാപ്പിനെസ് എന്നുള്ളതാണ്. അദ്ദേഹം അന്തരിച്ചത് എന്നാണെന്ന് നോക്കണം. 2023 സെപ്റ്റംബർ മാസം 28 2023 സെപ്റ്റംബർ മാസം 28 അദ്ദേഹം അന്തരിക്കുന്നത്. അതിനുശേഷമാണ് 2024 അദ്ദേഹത്തിന് എന്ത് കൊടുക്കുന്നത്? ഭാരതരത്ന ബഹുമതി നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിക്കുന്നത്. ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. അതായത് MS സ്വാമിനാഥനുമായി ബന്ധപ്പെട്ടുള്ള ആ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഫാക്റ്റുകൾ ഉണ്ട്. അത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് ഒരാളെ കുറിച്ച് കൂടി പഠിക്കാനുണ്ട്. നോർമൻ ഏണസ്റ്റ് ബോർലോഗിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനുള്ളത്. അതായത് ഇദ്ദേഹത്തെ കുറിച്ച് SCERT പറയുന്നുണ്ട്. SCERT ഇങ്ങനെ ബോക്സ് വരച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ലോകമെമ്പാടുമുള്ള അനേകായിരങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ച ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. അപ്പൊ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചാൽ ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമൻ ഏണസ്റ്റ് ബോർലോഗ് ആണ്. നോർമൻ ഏണസ്റ്റ് ബോർലോഗ് ആണ്. ഇദ്ദേഹത്തുമായിട്ട് കൂടി ചേർന്നുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഹരിത വിപ്ലവത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഡോക്ടർ MS സ്വാമിനാഥൻ നടത്തുന്നത്. ഓക്കെ, ഇദ്ദേഹം 1914 മാർച്ച് 25 അമേരിക്കയിൽ ജനിച്ച ഇദ്ദേഹം പട്ടിണിയിൽ നിന്നുള്ള മോചനമാണ് സമാധാനത്തിലേക്കുള്ള ആദ്യ പടി എന്ന് വിശ്വസിച്ചു. അപ്പൊ പട്ടിണിയിൽ നിന്ന് മോചനം ലഭിക്കുമ്പോഴാണ് നമുക്ക് സമാധാനം ലഭിക്കും എന്ന് വിശ്വസിച്ച വ്യക്തിയാണ്. അതുപോലെ തന്നെ 1970 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരവും ഇദ്ദേഹത്തിന് ലഭിച്ചു. അപ്പൊ ആ വർഷം കൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക.
1970 ഇദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനവും ലഭിച്ചു എന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ പേരുകൾ പഠിച്ചു. ഡോക്ടർ MS സ്വാമിനാഥനെ പഠിച്ചു, നോർമൻ ഇ ബോർലോഗിനെ കുറിച്ച് പഠിച്ചു, ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങൾ, കോട്ടങ്ങൾ എല്ലാം പഠിച്ചു. ഇത്രയും കാര്യമാണ് പ്രധാനമായിട്ടും നമുക്ക് ഹരിത വിപ്ലവത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്.